ഹായ് ഹലോ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. മകളെ, ഡിഗ്രി പ്രിലിംസിൻ്റെതാകുന്ന 3 സ്റ്റേജ് പരീക്ഷകളും കഴിഞ്ഞു. കൃത്യമാകുന്ന വണ്ണം എല്ലാ സ്റ്റേജുകളിലും ഏതൊക്കെയാണ് ചോദ്യങ്ങളായി വന്നത് എന്ന് നമ്മൾ വിലയിരുത്തിയും കഴിഞ്ഞു. ഇനി അടുത്തത് എന്താ? മെയിൻസിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. എന്നാൽ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ 90% ആളുകളും ഇപ്പോഴും ഒരു സംശയം കാരണം എന്ത് ചെയ്യുന്നില്ല, മെയിൻസിന് വേണ്ടുന്ന തയ്യാറെടുപ്പ് തുടങ്ങുന്നില്ല. എന്നാൽ നിങ്ങളുടെ സംശയം ഈ ഒരൊറ്റ വീഡിയോയിൽ തീരും. അതുപോലെ എങ്ങനെയാകണം നിങ്ങളുടെ മെയിൻസിന്റെ തയ്യാറെടുപ്പ് എന്നും ഞാൻ പറഞ്ഞു തരാം. കൃത്യമാകുന്ന വണ്ണം എന്നെ ഒന്ന് ശ്രദ്ധിക്കണേ. നിങ്ങളുടേതാകുന്ന അഭിപ്രായം നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് വിടാം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് തുടങ്ങാം. എടാ, ഇത്തവണ നമുക്ക് കിട്ടിയതാകുന്ന ആ 300 ചോദ്യങ്ങൾ, 3 സ്റ്റേജുകളിലായി കിട്ടിയ 300 ചോദ്യങ്ങൾ, ഞാൻ അതിനെ എൻ്റെ കൺവീനിയൻസിനനുസരിച്ച് ഞാൻ ഒന്ന് എന്ത് ചെയ്യാൻ പോവുക, ക്ലാസിഫൈ ചെയ്യാൻ പോവുക. മക്കളെ, ഡയറക്റ്റ് ആകുന്ന രീതിയിൽ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതായത് കൃത്യമായ ഫാക്ട് അറിയാവുന്ന ഒരാൾക്ക് മാത്രം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ. പൊതുവെ ഒരുപാട് എണ്ണം ചോദ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, എന്നിരുന്നാലും അത്യാവശ്യം എണ്ണം ചോദ്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ റിപ്പീറ്റഡ് ആകുന്ന ചോദ്യങ്ങൾ, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നടത്തുന്ന ആളുകൾക്ക് കിട്ടുന്ന ചോദ്യങ്ങൾ. അതിൽ ഒന്നാമത്തെ ഫേസുകാർ എഴുതിയതാകുന്ന ചോദ്യ പേപ്പറിനെ ഒന്ന് അനലൈസ് ചെയ്താൽ ചിലപ്പോൾ സെക്കൻഡ് ഫേസിൽ ഉണ്ടാകുന്ന ആളുകൾക്ക് കിട്ടാവുന്ന ചില ചോദ്യങ്ങളും ഉണ്ട്. അതുപോലെ ഫസ്റ്റിലും സെക്കൻഡിലുമുള്ള പരീക്ഷാ പേപ്പർ നോക്കിയിട്ട് തേർഡ് ഫേസിൽ കിട്ടുന്നതാകുന്ന ചില ചോദ്യങ്ങളുണ്ട്. അങ്ങനെയുള്ളതാകുന്ന കാര്യങ്ങളെയും നമുക്ക് അവിടെ ഉൾപ്പെടുത്താം. ഇനി അടുത്ത നോക്കേ, എലിമിനേഷൻ ബേസ്ഡ് ആകുന്ന ക്വസ്റ്റ്യൻ, അതായത് 4 സ്റ്റേറ്റ്മെന്റ് അല്ലെ 3 സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഉണ്ടാവും. അതിലേതെങ്കിലും ഒരാൾ ശരിയാണ് അല്ലെങ്കിൽ തെറ്റാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ നമുക്ക് കൃത്യമാകുന്ന വണ്ണം ഉത്തരം കിട്ടുന്നതായ ചോദ്യങ്ങൾ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ ലോജിക്ക് ബേസ്ഡ് ആകുന്ന ക്വസ്റ്റ്യൻ, അതായത് ചോദ്യം തന്നെ നമുക്ക് വെളിവാക്കി തരും ഉത്തരം എന്താണ്, അല്ലെങ്കിൽ സ്വാഭാവികമായി ഒന്ന് ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും. ഒരു സാധാരണക്കാരനെ പോലെ ചിന്തിച്ചാൽ മനസ്സിലാവും ഈ ചോദ്യത്തിന്റെ ഉത്തരം ഇത്തരത്തിലായിരിക്കും വരിക. ഇത് അത്യാവശ്യം എണ്ണം ഉണ്ടായിരുന്നു ഈ പറയുന്ന 3 ഫേസുകളിലും. ഓക്കെ ആണോ? അതുപോലെ തന്നെ കുറേ കൺഫ്യൂസിങ് ആകുന്ന ക്വസ്റ്റ്യൻസുകൾ ഉണ്ടായിരുന്നു. ഓക്കെ ആണോ? കുറേ കൺഫ്യൂസിങ് ആകുന്ന ക്വസ്റ്റ്യൻസുകൾ ഉണ്ടായിരുന്നു. അതില് ഇപ്പോൾ ഒരു വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി ആയിരിക്കാം തന്നിട്ടുണ്ടാകുക. അങ്ങനെയുള്ളതാകുന്ന രീതിയിലെ കൺഫ്യൂഷൻസുകളൊക്കെ ഉള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ ആണോ? അങ്ങനെയുള്ളതാകുന്നതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഭയന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ കൺഫ്യൂസിങ് ആകുന്ന ഒരു ഭാഗമാണ്. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതലാകുന്ന ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടതാകുന്നത് ഈ 3 ചോദ്യ പേപ്പറുകളിലായിട്ട് സമയമാകുന്ന കാര്യത്തിനകത്താണ്, ടൈം ആകുന്ന കാര്യത്തിനകത്താണ്. ആകെ നമ്മുടെ കയ്യിൽ കിട്ടുന്നത് ഒരു 75 മിനിറ്റ് സമയമാണ്. ഇതിനകത്ത് നമ്മൾ ഈ പറയുന്ന എല്ലാ ചോദ്യങ്ങളിലൂടെയും കടന്നു പോകുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാകുന്ന കാര്യമാണ്. പക്ഷേ കൃത്യമാകുന്ന വണ്ണം മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്ത് തയ്യാറെടുപ്പ് നടത്തിയതാകുന്ന ഒരാൾക്കാണെങ്കിൽ ഈ എല്ലാ ചോദ്യങ്ങളിലൂടെയും കടന്നു പോകാം. എന്നാൽ എല്ലാ ചോദ്യത്തിൻ്റെയും ഒക്കെ ഉത്തരം അയാൾക്ക് അറിയണമെന്ന് നിർബന്ധമില്ല. ഞാൻ പറഞ്ഞത് ക്വസ്റ്റ്യനുകളിലൂടെ കടന്നു പോകാൻ എടുക്കുന്ന സമയത്തിന്റെ കാര്യമാണ്. ഓക്കെ ആണോ? ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് പ്രിസൈസ് ആകാം. മക്കളെ, ഈ ഒരു പരീക്ഷ നമുക്ക് മനസ്സിലാക്കി തരുന്നതാകുന്ന ഒരു കാര്യം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിന് എത്രത്തോളം ആകുന്ന പ്രസക്തിയുണ്ട് എന്നും, അതുപോലെ കൃത്യമാകുന്ന വണ്ണം മോക്ക് ടെസ്റ്റുകൾ എത്രത്തോളം ആകുന്ന വണ്ണം നിങ്ങളെ പരീക്ഷാ ഹാളിൽ സ്വാധീനിക്കുമെന്നും, അതുപോലെ ഓരോ ഭാഗങ്ങൾ പഠിക്കുമ്പോഴും നിങ്ങൾ എത്രോരമാകുന്ന കാര്യങ്ങൾ പഠിച്ചു എന്നുള്ളതല്ല, പഠിച്ചതാകുന്ന കാര്യത്തിൽ ഇരുത്തിയുള്ളതാകുന്ന അറിവ് നിങ്ങൾക്കുണ്ടോ എന്നിങ്ങനെയാകുന്ന കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ബേസിക് ആകുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു പരീക്ഷയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ ആണോ? ഇനി അങ്ങനെയാകുന്ന ഈ പരീക്ഷ നമ്മൾ അറ്റൻഡ് ചെയ്തപ്പോൾ ഓക്കെ ആണോ, സ്റ്റേജ് 1 ഉണ്ടായിരുന്ന ആളുകൾ ഏറ്റവും ഒരു ആവറേജ് ആകുന്ന ലെവലിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് അവിടെ ഒരു 48 മാർക്ക് ആളുകൾ നേടിയിട്ടുണ്ടാവും. ഒരു 48 മാർക്കുകൾ. ഞാൻ ഈ പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് കൃത്യമാകുന്ന വണ്ണം അങ്ങോട്ട് ഡൈജസ്റ്റ് ആകണമെന്നില്ല. എന്നിരുന്നാലും നമ്മൾ നടത്തിയതാകുന്ന ഒരു സർവേയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും കുറവ് എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് കിട്ടിയിട്ടുള്ളത് ഈ 48 മാർക്കാണ്. ആ ഒരു റേഞ്ചിലാണ്. അതുകൊണ്ടാണ് മക്കളെ അങ്ങനെ പറഞ്ഞ് താഴെ ഞാൻ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യും. നിങ്ങളുടേതാകുന്ന അഭിപ്രായവും പരിഗണിക്കും കേട്ടോ മക്കളെ. അതുപോലെ സ്റ്റേജ് 2 ആണ് പൊതുവേ എല്ലാവരും പാടാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു 45-50 റേഞ്ചിനകത്ത് അവർക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ടാവണം. ആവറേജ് ആകുന്ന ആളുകൾക്കാണ്. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. എന്നാലും ആവറേജ് നോക്കുമ്പോൾ അത്രയും ആകുന്ന മാർക്ക് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് തേർഡ് സ്റ്റേജിലേക്ക് വരുമ്പോൾ 1നെയും 2നെയും അപേക്ഷിച്ച് കുറച്ച് എളുപ്പമാകുന്ന ചോദ്യങ്ങൾ അവിടെ ഉണ്ട്. പക്ഷേ അവിടെ ഒരു 49 മുതൽ 55 വരെയാകുന്ന സ്കോറിംഗ് ഉണ്ട് എന്ന് പറഞ്ഞാലും അവിടെ ഒരു പ്രശ്നമുണ്ട്.
മാത്സ് എന്ന് പറയുന്ന മേഖല കുറച്ചധികം ടൈം കൺസ്യൂമിങ് ആകുന്ന ചോദ്യങ്ങളെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ളതാകുന്നത്. ഓക്കെ അല്ലേ? എടാ, അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പറയുന്ന 3 പരീക്ഷകളും അതിൻ്റേതാകുന്ന രീതിയിൽ ബുദ്ധിമുട്ടുള്ളതാകുന്ന പരീക്ഷകളാണ്. നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നും ഈ പറയുന്ന ചോദ്യമൊക്കെ എളുപ്പമല്ലേ, ഇത് എളുപ്പമല്ലേ, അത് എളുപ്പമല്ലേ എന്നൊക്കെ തോന്നും. പക്ഷെ മക്കളെ, പരീക്ഷാ ഹാളിൽ ഇരിക്കുമ്പോൾ നമുക്കുള്ളതാകുന്ന ആ മൈൻഡ് സെറ്റാണ്. അവിടെ ഇരുന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് അത്ര എളുപ്പമുള്ള പരിപാടികളൊന്നും അല്ല. 1ന്റെയും 2ന്റെയും ചോദ്യപേപ്പർ കൃത്യമായി അനലൈസ് ചെയ്ത് പോകുന്ന ഒരാൾക്ക് പോലും 3rd സ്റ്റേജിന്റെ പരീക്ഷ അറ്റൻഡ് ചെയ്യുമ്പോൾ അത്ര പോലും ഈ പറയുന്ന സാധനത്തിന് എളുപ്പമില്ലല്ലോ എന്നൊരു ചിന്താഗതിയും ഉണ്ടാകാം. പക്ഷെ പൊതുവെ ഒരുവിധമാകുന്ന ആളുകൾ പറഞ്ഞത് അത്യാവശ്യം എളുപ്പമുള്ള ചോദ്യങ്ങളൊക്കെ ആയിരുന്നു എന്നാണ്. എന്നിരുന്നാലും ഞാൻ നിങ്ങളുടെ ഭാഗത്ത്, ചിലർക്ക് അഭിപ്രായം അതല്ല എന്നുള്ളത് ഉണ്ടാകും, ഞാൻ അവരുടെയും പക്ഷത്തുണ്ട്. എന്നാലും ഞാൻ ബേസിക് ആകുന്ന രീതിയിൽ ഒരു കാര്യം പറയാം. ഈ 3 പരീക്ഷകൾക്കും അതിൻ്റേതാകുന്ന രീതിയിലുള്ള ഡിഫിക്കൽട്ടികൾ ഉണ്ടായിരുന്നു. ചില പരീക്ഷയിൽ കട്ടി കൂടിയ ചോദ്യമാണെങ്കിൽ ചിലതാകുന്ന സാധനങ്ങൾക്ക് ടൈം കൺസ്യൂമിങ് ആകുന്ന സാഹചര്യമാണ് ഒരു ബുദ്ധിമുട്ട്. എന്തായാലും അതിൻ്റേതാകുന്ന ഡിഫിക്കൽട്ടി അതിനകത്തുണ്ടായിരുന്നു. ഓക്കെ ആണോ മക്കളെ? നിങ്ങൾക്ക് എത്രയാകുന്ന ചോദ്യങ്ങളാണ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയത്, എത്രയാകുന്ന മാർക്കുകളാണ് കിട്ടിയത് എന്നൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. അതുപോലെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞു തരാം. ഇത് നിങ്ങൾ ഒരിക്കലും ഈ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കാതെ പരീക്ഷ എഴുതാൻ പോകരുത്. നമ്മൾ എഴുതാൻ പോകുന്നതായ പരീക്ഷ എന്ന് പറയുന്നത് ഏതാ മക്കളെ? പ്രിലിംസ് ആകുന്ന പരീക്ഷയാണ്. അപ്പോൾ നമുക്ക് ഏറെക്കുറെ കഴിഞ്ഞ വർഷത്തേതാകുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ തവണ നടത്തിയതാകുന്ന പരീക്ഷകളിൽ നിന്ന് നമുക്ക് കിട്ടിയതാകുന്ന ഒരു ബേസിക് നോളജ് ഉണ്ട്. അതായത് ഈ പറയുന്ന പ്രിലിംസ് എന്ന് പറയുന്ന കടമ്പ മറികടന്നാൽ മതി ഒരുപാടാകുന്ന എണ്ണം ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്ത് ഒരുപാടാകുന്ന നെഗറ്റീവുകൾ വരുത്തി നമ്മൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകേണ്ട സാഹചര്യങ്ങളൊന്നും ഇവിടെ വരുത്തരുത്. ഓക്കെ ആണോ? അതായത് അറിയാവുന്ന ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്ത് റിസ്ക് എടുക്കാൻ തോന്നുന്നു എന്ന് തോന്നുന്ന ഒരു 5ഓ 10ഓ ചോദ്യങ്ങളൂടെ ഉൾക്കൊള്ളിച്ച് നമുക്ക് കഴിഞ്ഞ വർഷത്തേതാകുന്ന കട്ട് ഓഫിനേക്കാൾ ഒരു 10 മാർക്കെങ്കിലും അധികം വാങ്ങിക്കാൻ പറ്റിയാൽ മതി എന്ന സാഹചര്യത്തിൽ ഇരുന്നു കൊണ്ട് വേണം പരീക്ഷ എഴുതാൻ. കാര്യം ഇവിടെ ഈ ഒരു പരീക്ഷയുടെ 1ാം റാങ്ക് 2ാം റാങ്ക് ഒന്നും അല്ല പരിഗണിക്കുന്നത്. ഇവിടെ ജസ്റ്റ് നിങ്ങൾ ക്വാളിഫൈഡ് ആയോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ, ഞാനിത് നല്ലതുപോലെ പഠിച്ചു പോകുന്ന ആളുകളെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല, പക്ഷേ ഒരു ബേസിക് ആകുന്ന രീതിയിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പഠിച്ച് പരീക്ഷാ ഹാളിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഈ പരീക്ഷയിൽ 50ഉം 55ഉം 60ഉം മാർക്ക് നേടിയ ആളുകൾക്ക് 20ഉം 24ഉം 25ഉം 30ഉം വരെ നെഗറ്റീവുകളാകുന്ന ചോദ്യങ്ങൾ കൂടി ഉണ്ട് എന്ന കാരണം കൊണ്ട് മാർക്ക് ഒരുപാടാകുന്ന വണ്ണം ഇനി പുറകോട്ടേക്ക് പോരുന്നുണ്ടായിരുന്നു. അതൊരു വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് നെഗറ്റീവുകൾ പൊതുവെ എന്ത് ചെയ്യാൻ നോക്കണം? കുറയ്ക്കാനാകുന്ന വണ്ണം പരമാവധി ഈ അറ്റൻഡ് ചോദ്യങ്ങൾ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തതിനെ അപേക്ഷിച്ച് എന്ന വണ്ണം, അല്ലെങ്കിൽ പരമാവധി നെഗറ്റീവുകൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന വണ്ണം വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, സമീപിക്കാൻ. അതെങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കുക എന്ന് ചോദിച്ചാൽ മക്കളെ മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ കൃത്യമായിട്ട് ഐഡിയ എന്താണെന്ന് കിട്ടും. ഓക്കെ ആണോ? അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് പറഞ്ഞേക്കണേ. അതുപോലെ എത്ര മാർക്ക് ഉണ്ടെങ്കിലാണ് എനിക്ക് ഇനി മെയിൻസിന് വേണ്ടി തയ്യാറെടുക്കാനായി തുടങ്ങാവുന്നത് എന്നൊരു ചോദ്യം എല്ലാവരുടെയും മുമ്പിൽ ഉണ്ടാകും. മക്കളെ, നമുക്ക് മെയിൻ ആകുന്ന വണ്ണം ഒരു 11ഓളം വരുന്ന പരീക്ഷകൾ ചേർത്തിട്ടാണ് നമ്മുടെ ഡിഗ്രി പ്രിലിംസ് ഇപ്പോൾ നടന്നത്. ശരിയല്ലേ? ഈ പറയുന്ന 11 പരീക്ഷകളിൽ അത്യാവശ്യം നല്ലതാകുന്ന പോസ്റ്റുകളും ഉണ്ട്, അത്യാവശ്യം അതിനേക്കാളും കുറച്ച് ഡൗൺ ടു എന്നുള്ള രീതിയിൽ നിൽക്കുന്ന കുറച്ച് പോസ്റ്റുകളുണ്ട്. ഞാൻ ആ പോസ്റ്റിന്റെ നിലവാരമല്ല ഞാൻ പറഞ്ഞത്, മറിച്ച് അത്രയാകുന്ന കോമ്പറ്റീഷനുകൾ ഉള്ളതും ആളുകളെ അത്രമേൽ ഫിൽട്ടർ ചെയ്യേണ്ടതുമാകുന്ന സാഹചര്യം ഈ 11 പരീക്ഷകളിലായി കിടക്കുമ്പോൾ അതിൻ്റേതാകുന്ന രീതിയിൽ ചോദ്യത്തിന് കഴിഞ്ഞ വർഷം നിങ്ങൾ കണ്ടതിനേക്കാൾ കുറച്ചധികം കട്ടി കൂടുതലായിരിക്കും, ഡിഫിക്കൽട്ടി കൂടുതലായിരിക്കും. കഴിഞ്ഞ തവണത്തേക്കാൾ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ് ഈ വർഷത്തെ ചോദ്യം. ഇത്രയും പരീക്ഷകളുണ്ട്, ഇത്രയുമാകുന്ന പരീക്ഷകളിൽ നിന്ന് ആളുകളെ ഫിൽട്ടർ ചെയ്യണോടാ. അതുകൊണ്ടാണടാ അത്രയും ബുദ്ധിമുട്ടാകുന്ന ചോദ്യങ്ങൾ വന്നത്. ഒരു തരത്തിൽ അതൊരു വരവാ. കാര്യം എന്താണെന്നറിയോ? ഇവിടെ ഒന്നും പഠിക്കാതെ വരുന്ന ആളുകൾക്ക് അത്രമേൽ മാർക്കൊന്നും സ്കോർ ചെയ്യാൻ പറ്റത്തില്ല. അത്യാവശ്യം ഒരു ബേസിക് നോളജ് ഉള്ള ആൾക്ക് സ്കില്ല് കൃത്യമാകുന്ന വണ്ണം കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനും പറ്റും? ഈ ഒരു എക്സാമിന്റെ ഒരു മിനിമം ആ ബോർഡർ കടന്ന് കട്ട് ഓഫിന് അപ്പുറം ചാടാനും പറ്റും. ഓക്കെ ആണോ? ഇനി മക്കളെ, കമ്പനി ബോർഡ് പരീക്ഷയിലേക്ക് വരുമ്പോൾ എൻ്റെ ഒരു അനാലിസിസിനകത്ത് നിന്നുകൊണ്ട് എനിക്ക് മനസ്സിലാകുന്നത് ഒരു 39 മുതൽ 46 ആകുന്ന മാർക്ക് വരെയും ആകാൻ സാധ്യതയുണ്ട്
ഈ പറയുന്ന കമ്പനി ബോർഡിന്റെ കട്ട് ഓഫ്. അതുപോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആകുന്നതായ പരീക്ഷ വരുമ്പോൾ അവിടെ ഒരു 50 മുതൽ 55 വരെയും വരാനുള്ള സാധ്യതകൾ കാണാം. കാര്യം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം നല്ല പ്രസ്റ്റീജിയസ് ആകുന്ന ഒരുപാടാകുന്ന ആളുകൾ തയ്യാറെടുപ്പ് നടത്തുന്ന ഒരു പോസ്റ്റ്. അതുപോലെ സബ് ഇൻസ്പെക്ടർ പോസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു 37 മുതൽ 43 വരെയുള്ള കട്ട് ഓഫ് ആകാനാണ് സാധ്യത. കാര്യം സബ് ഇൻസ്പെക്ടറിനൊക്കെ അപ്പോൾ നിങ്ങൾ വിചാരിക്കും 42 45 ഒക്കെ ഓരോരുത്തർ പറയുന്നുണ്ടല്ലോ. മക്കളെ, ഒന്ന് രണ്ട് കാര്യങ്ങൾ അവിടെ നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, നമ്പർ ഓഫ് അറ്റൻഡീസുകളാകുന്ന ആളുകൾ, അതായത് പരീക്ഷാ ഹാളിൽ ആളുകൾ എത്ര പേര് വന്നിട്ടുണ്ട്. ഒന്നാമത്തെ സ്റ്റേജിൽ വലിയ പ്രശ്നമില്ല. രണ്ടാമത്തെയും മൂന്നാമത്തെ സ്റ്റേജുകളിൽ നിങ്ങൾ ക്ലാസ്സിൽ ചെന്നിരിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. വേണമെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്തു. നിങ്ങളുടെ ക്ലാസ്സിൽ കുറച്ചധികമാകുന്ന ആളുകളെ കാണാനുണ്ടാവില്ല. ഓക്കെ ആണോ? ഇനി എത്ര പേരാണ് പരീക്ഷ എഴുതിയത് എന്ന് കൃത്യമായിട്ട് നമുക്ക് ഇപ്പോഴും അറിയാനും പറ്റിയിട്ടില്ല. അവിടെ SI പരീക്ഷയ്ക്ക് ഏകദേശം 2 ലക്ഷത്തിനോടടുത്ത ആളുകളും, അതുപോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് ഒരു 3 ലക്ഷത്തി ചില്ലുവാനമാകുന്ന ആളുകളും, അതുപോലെ തന്നെ ഒരു 4 ലക്ഷത്തോടടുത്ത് കമ്പനി ബോർഡ് ആകുന്ന പരീക്ഷയ്ക്കും എന്ത് ചെയ്യുന്നുണ്ട്, ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ എത്ര പേര് വന്ന് എഴുതി എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം. ഇത് നമുക്ക് അറിയത്തില്ല. അത് മാത്രമല്ല, ഈ പറയുന്ന ക്വസ്റ്റ്യൻ്റെതാകുന്ന ടഫ്നെസ് അനുസരിച്ച് എത്രയാകുന്നതായ മാർക്കൊക്കെ ഈ പറയുന്നതായ നോർമലൈസേഷൻ ആകുന്ന വണ്ണം അവിടെ കൊടുക്കേണ്ടതായിട്ട് വരും എന്ന് നമുക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിനകത്ത് ചെറുതാകുന്ന അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉള്ള വ്യത്യാസം വരാം. ഈ നോർമലൈസേഷൻ ആകുന്ന മാർക്കും കൂടി പരിഗണിച്ച് കഴിഞ്ഞ് ഈ പറയുന്ന 39 മുതൽ 46 വരെ, 50 മുതൽ 55 വരെ, 37 മുതൽ 43 വരെ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ പറയുന്ന അറ്റൻഡീസുകളാകുന്ന ആളുകളുടെ എണ്ണവും പരിഗണിക്കേണ്ടി വരും. അതുപോലെ നോർമലൈസേഷൻ എന്ന് പറയുന്നത് എത്രയാകുന്നതാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നതും ഇവിടെ പരിഗണിക്കേണ്ടി വരും. ഇത് രണ്ടും കൂടെ വരുമ്പോൾ ഇതിൽ ഏത് ഫേസിനെയാണ് അവിടെ റെഫറൻസ് ആയിട്ട് എടുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ആ ഡിഫിക്കൽട്ടി ഇൻഡെക്സ് എവിടെയാണ് നമുക്ക് പരിഗണിക്കേണ്ടതായിട്ടുള്ളത്, ഏത് രീതിയിലാണ് പരിഗണിക്കുന്നതെന്നൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയില്ലല്ലോ. അപ്പോൾ അതിൻ്റെതാകുന്ന ഒരു കാര്യം കൂടി ഇവിടെ പരിഗണിക്കേണ്ടി വരും. ഓക്കെ ആണോ? എന്നിരുന്നാലും ഈ പറയുന്ന 39 46 ലെവലിലായിരിക്കും കട്ട് ഓഫ് കമ്പനി ബോർഡിന്. ഇനി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആകുമ്പോൾ ഒരു 50 55, സബ് ഇൻസ്പെക്ടറിന് ഒരു 37 മുതൽ 43 വരെ ആകാം. ഇനി അവിടെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ കമ്പനി ബോർഡിന് എന്തുകൊണ്ടാണ് ഇത്രയും ആകുന്ന കട്ട് ഓഫ് താഴേക്ക് വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ, മക്കളെ, അത്യാവശ്യം നല്ലതാകുന്ന എണ്ണം പോസ്റ്റുകൾ ഇത്തവണ ഫില്ലാകുമെന്ന് നിങ്ങൾക്ക് ഇതിനോടകം തന്നെ അറിയിപ്പ് കിട്ടിയിട്ടുണ്ടാകും. ഓക്കെ, പലരാകുന്ന ആളുകളിലൂടെയും നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മുടെ പരീക്ഷാ ഹാളിൽ അറ്റൻഡുകളുടെ എണ്ണവും കുറവാണ്, എന്നാൽ ആളുകളെ ഒരുപാട് പേരെ എടുക്കേണ്ടതുണ്ട് എന്ന കാരണം കൊണ്ട് ഈ പറയുന്ന 39 മുതൽ 46 വരെയാകുന്ന കട്ട് ഓഫേ അവിടെ വരാൻ സാധ്യതയുള്ളൂ. ഓക്കെ ആണോ? സ്റ്റാൻഡർഡൈസേഷൻ ഫോർമുല എന്താണോ അതുകൂടി അപ്ലൈ ചെയ്തതിന് ശേഷം കിട്ടുന്ന മാർക്കാണ് ഞാൻ ഈ പറഞ്ഞത്. ഓക്കെ ആണോടാ? അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആകുന്ന ഒരു അഭിപ്രായ വ്യത്യാസം ഇതിനകത്തുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പറയാം. ഇപ്പം ഞാൻ എൻ്റേതാകുന്ന ഒരു ഒപ്പീനിയൻ പറയുമ്പോൾ നിങ്ങൾക്ക് അത് എന്തായി തോന്നുന്നു, മക്കളെ, അതൊന്നും കുഴപ്പമില്ല, ധൈര്യമായിട്ട് പറഞ്ഞു കേട്ടോ. ഇനി അടുത്തതാകുന്നൊരു ചോദ്യം നോക്കേ. ഇനി എനിക്ക് എത്ര ദിവസങ്ങളുണ്ട്? മക്കളെ, ഏറ്റവും കുറഞ്ഞത് ഒരു 80 മുതൽ 90 ദിവസങ്ങൾ വരെ നമ്മുടെ മെയിൻസിന് വേണ്ടുന്നതാകുന്ന ഒരു തയ്യാറെടുപ്പിന് വേണ്ടി നമുക്ക് കിട്ടും. ഞാനൊരു കാര്യം പറയട്ടെ, പ്രിലിംസിൻ്റെ റിസൾട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് എന്നാണെങ്കിൽ നമ്മുടെ ഈ പറയുന്നതായ പഠിക്കാൻ കിട്ടുന്ന ദിവസങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ഒരു 40-ന് 50-ന് ഇടയിലേക്ക് എന്ന വണ്ണം മാറിപ്പോകൂടാ. നമുക്ക് പരമാവധിയാകുന്ന ദിവസങ്ങൾ കിട്ടണം പഠിക്കാൻ. പരമാവധിയാകുന്ന രീതിയിൽ സമയം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം. അതിന് ഈ പറയുന്ന കട്ട് ഓഫ് ലെവലിനകത്ത് ആരൊക്കെയുണ്ടോ അവർക്കൊക്കെയും എന്ത് ചെയ്യാം, പഠിച്ചു തുടങ്ങാം. ഞാൻ പറഞ്ഞേ, സ്റ്റാൻഡർഡൈസേഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞേ, ചിലപ്പോൾ ഒരു 36 മാർക്കുള്ള ആൾക്ക് കുറച്ച് മാർക്കൂടെ അധികം ചേർത്തിട്ട് ചിലപ്പോൾ ഇനി ഇപ്പുറം വരാനുള്ള സാധ്യതയുണ്ട്. അതായത് 1 2 ഫേസുകൾ എഴുതിയ ആളുകൾ, ടഫ് അത്യാവശ്യമുള്ള പരീക്ഷകളാണെങ്കിൽ, ഒരു 35 36 ലെവലിലൊക്കെ നിൽക്കുന്ന ആളുകളാണെങ്കിൽ അവർക്കും ഇതിനു വേണ്ടി തയ്യാറെടുക്കാം എന്നതുകൂടിയാണ് ഞാൻ എടുത്തു പറയുന്നത്. അതുകൂടി ശ്രദ്ധിച്ചോണേ. ഓക്കെ ആണ്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എടാ, സ്റ്റാൻഡർഡൈസേഷൻ കഴിഞ്ഞെന്ന് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി നമ്മൾ അങ്ങോട്ട് ഈ 80 90 ദിവസം കൊണ്ടുള്ള പ്രിപ്പറേഷൻ നമ്മൾ ഏത് രീതിയിൽ നടത്തണം, അതൊരു വലിയ ചോദ്യമാണ്. സാധാരണഗതിയിൽ എല്ലാവരും വന്ന് ഘോരം പ്രസംഗിക്കും. ഇന്നതുപോലെ നിങ്ങൾക്ക് പഠിക്കാൻ 80 ദിവസമേ ഉള്ളൂ, ഇന്നതുപോലെ ഇന്നതാകുന്ന സംഭവമൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. മക്കളെ, നമ്മൾ ചെയ്യുന്നത് ഇരിക്കട്ടെ, നമ്മൾ എന്ത് വേണോ ചെയ്തു തരും, അതിനകത്ത് പ്രശ്നമൊന്നുമില്ല.
കൃത്യമാകുന്ന ഒന്നും. പക്ഷേ താൻ പാതി ദൈവം പാതി എന്ന് പറയുന്നത് പോലെ ഒരു കോമ്പറ്റേറ്റീവ് ആകുന്ന പരീക്ഷയിലേക്ക് വരുമ്പോൾ എൻ്റെ പകുതിയോടൊപ്പം നിങ്ങളുടെ പകുതി കൂടി ഉണ്ടാകും. അതായത് നിങ്ങളുടെ എഫേർട്ടിനോടൊപ്പം നമ്മളുടെ എഫേർട്ട് കൂടി ഉണ്ടാകും. എങ്കിലേ അതൊരു പൂർണ്ണമാകുന്ന ഒരു വിജയം എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, എത്തിക്കാൻ പറ്റത്തുള്ളൂ. അതായത് ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അറിയാം. നമ്മുടെ കൃത്യമാകുന്ന ക്ലാസ്സുകളും നമ്മുടേതാകുന്ന കൃത്യമായ മെന്റർഷിപ്പുകളും നമ്മളുടേതാകുന്ന കൃത്യമായ നോട്ടുകളോടുമൊപ്പം നിങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾ കുറച്ചുകൂടി അധികമാകുന്ന വണ്ണം ചെയ്യേണ്ടതായത് എന്തെല്ലാം, അതാണ് ഞാൻ ഇവിടെ പറയുന്നത്. മക്കളെ, റെഗുലർ ആകുന്ന ഈ പറയുന്ന എല്ലാ കാര്യങ്ങളോടൊപ്പം ഇതിന് പ്രത്യേകമാകുന്ന സമയം നിങ്ങൾ മാറ്റിവെക്കണം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. മക്കളെ, കേവലം ചോദ്യം എടുക്കുന്നു, അതിന്റെ ഉത്തരം പഠിക്കുന്നു, രണ്ടാമത്തെ ചോദ്യം എടുത്തു, അതിന്റെ ഉത്തരം പഠിക്കുന്നു, ഇതല്ല. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇത്തവണ നമ്മളിപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണ്, നമ്മുടെ വയലാർ അവാർഡ് എന്നതാകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു എന്നിരിക്കട്ടെ. വയലാർ അവാർഡ് എന്നത് നമ്മൾ പഠിച്ചു, എന്നിരിക്കട്ടെ. ഈ വയലാർ അവാർഡുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാകുന്ന തേർഡ് സ്റ്റേജിലെ ഒരു ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അവിടെ ആ വയലാർ അവാർഡ് ഏത് വർഷം കിട്ടിയെന്നും ആർക്ക് കിട്ടിയെന്നും ഏത് കൃതിക്ക് കിട്ടിയെന്നും അയാൾക്ക് മറ്റെന്തെങ്കിലും അവാർഡ് കിട്ടിയിട്ടുണ്ടോ എന്നും ഉള്ളതാകുന്ന എല്ലാ കാര്യങ്ങളും അവിടെ വന്നു. അതായത് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഏതെങ്കിലും ആകുന്നൊരു ചോദ്യം എടുത്താൽ ആ ചോദ്യവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ മാക്സിമം ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ സാധിക്കുമോ ആ കളക്ട് ചെയ്യുന്നതായ സകല ഡീറ്റെയിൽസുകളും വെച്ചുകൊണ്ടുള്ള പഠനം, ഓരോ ചോദ്യങ്ങളിലൂടെയുമുള്ള പഠനം, റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ് എന്ന രീതിയിലുള്ള പഠനം നിങ്ങൾ അവിടെ നടത്തണം. കൃത്യമാകുന്ന വണ്ണം നോട്ടുകൾ എഴുതി പഠിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നു എങ്കിൽ, ആ നോട്ടുകളെ കൃത്യമാകുന്ന വണ്ണം റിവിഷനും റിവിഷനും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നു എങ്കിൽ, അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ്, എലിമിനേഷൻ മെത്തേഡ് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യേണ്ടത്, പിൻ പോയിന്റ് സ്ട്രാറ്റജി എങ്ങനെയാണ് വർക്കൗട്ട് ആകുന്നത്, എങ്ങനെയാണ് ഒരു ചോദ്യത്തിനെ ലോജിക്കലി അപ്രോച്ച് ചെയ്യേണ്ടത്, ഒരു ചോദ്യം നമ്മൾ മൊത്തം വായിക്കണോ അല്ലെങ്കിൽ പകുതി വായിച്ചാൽ മതിയോ, അല്ലെങ്കിൽ PSC ചില ചോദ്യങ്ങളിൽ വലുതാകുന്ന സംഭവങ്ങൾ തന്നിട്ടുണ്ടെങ്കിലും അതിനെ എളുപ്പത്തിൽ ചിന്തിച്ചെഴുതാൻ എന്തെങ്കിലും നുണുക്ക് വിദ്യകളൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ സ്വയം അടവുകൾ പയറ്റി തെളിയുക എന്ന് പറയുന്നത് ഈ പറയുന്ന മോക്ക് ടെസ്റ്റുകളിലൂടെയാണ്. ഓക്കെ, നമ്മൾ കുറച്ച് ഐഡിയ തരും, അതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് കൂടി ഇൻപുട്ട് ഇടണം. അത് പ്രാക്ടീസ് ചെയ്യുക എന്നത് അത്യാവശ്യമാണ്. അതിനുവേണ്ടി ചെയ്യുന്നതാകുന്ന കാര്യങ്ങൾ. മക്കളെ, ഈ ഒരു 3 കാര്യം നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ചെയ്താൽ മതി. ഇതല്ലാതെ എന്ത് എന്ന് ചോദിച്ചാൽ അതാണ് നമ്മൾ നമ്മുടെ ഡിഗ്രി മെയിൻസിന്റെ റാങ്ക് മേക്കർ ബാച്ച്. മക്കളെ, ഇവിടെ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും നിങ്ങളെ ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്തുക എന്നുള്ളതല്ല. ആദ്യ റാങ്കുകളിൽ നിങ്ങളെ എങ്ങനെ എത്തിക്കണം, അതിന് വേണ്ടുന്ന തയ്യാറെടുപ്പാണ് മക്കളെ നമ്മളിവിടെ നടത്തുന്നത്. ഞാൻ പറഞ്ഞില്ലേടാ, കൃത്യമാകുന്ന വണ്ണം നിങ്ങളുടെ ഡൗട്ടുകൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം പരിഹരിച്ച്, കൃത്യമാകുന്ന വണ്ണം നിങ്ങൾക്ക് നോട്ടുകളും കൃത്യമാകുന്ന വണ്ണം നിങ്ങളുടെ ക്ലാസ്സുകളും എല്ലാം മോണിറ്റർ ചെയ്ത്, നിങ്ങളെയും മോണിറ്റർ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് അടുക്കും. നമുക്കൊരു 80-90 ദിവസം നമ്മുടെ മുമ്പിലുണ്ട്. ഈ 80-90 ദിവസം വളരെ മികവുറ്റതാകുന്ന രീതിയിൽ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാം. ഓക്കെ ആണോ? അപ്പോൾ കൂടുതലാകുന്ന കാര്യങ്ങൾ ഇനി അങ്ങോട്ടേക്കുള്ളതാകുന്ന വീഡിയോകളിലൂടെ നിങ്ങളെ അറിയിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ തികച്ചും നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കൂടുതലാകുന്ന അഭിപ്രായങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക മക്കളെ, താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ കൂടുതലാകുന്ന വീഡിയോകളുമായിട്ട് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ബൈ.